بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയരെ, ഇന്ന് എടുക്കുന്ന വീഡിയോ 155. ഇതിൽ ഫുർഖാൻ സൂറത്തിൽ നിന്നുള്ള 27-ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. 27, 28, 29 3 ആയത്തുകൾ ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന കക്ഷിയെ സംബന്ധിച്ചും ഉബയ്യ് ബിൻ ഖലഫ് എന്ന് പറയുന്ന മറ്റൊരുത്തനെ സംബന്ധിച്ചുമാണ് ഇറങ്ങാൻ കാരണമായത്. കാരണം ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്ത് ഇസ്ലാമിനോട് ധിക്കാരപരമായി പെരുമാറുന്ന ആളായിരുന്നു. റസൂലിനെ പുച്ഛിച്ചും പരിഹസിച്ചിട്ടും ഇസ്ലാമിന് ഖുർആനിന് കെട്ടുകഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ വിവാദം മുഴക്കി ജീവിച്ചിരുന്ന ആളായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്ത് ഇസ്ലാം മതം വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചു അധികം താമസിയാതെ ആ കുഫ്രിയത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. അതിന് പ്രേരണ നൽകിയത് അവൻ്റെ സുഹൃത്തായ ഉബയ്യ് ബിൻ ഖലഫ് എന്ന വ്യക്തിയാണ്. ആ ഉബയ്യ് ബിൻ ഖലഫിൻ്റെ പ്രേരണ അനുസരിച്ച് ഇസ്ലാമിൽ നിന്ന് വീണ്ടും കുഫ്രിയത്തിലേക്ക് പോയി, അഥവാ മുർത്തദ്ദായി. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ 3 ആയത്തിൽ പറയുന്നത്. ഇത് നമ്മൾ ഈ ഫുർഖാൻ സൂറത്തിൻ്റെ ആദ്യത്തിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതായത് 149-ാമത്തെ വീഡിയോയിൽ ഒരു സൂചന പറഞ്ഞിട്ടുണ്ട്. ഫുർഖാൻ സൂറത്തിലെ കാര്യങ്ങൾ, വിവരിക്കുന്ന കാര്യങ്ങളൊക്കെ മൊത്തമായിട്ടൊന്ന് പറയുന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വിശദമായിട്ട് ആയത്ത് വരുന്ന സ്ഥലം ഇതാണ്, 27-ാമത്തെ ആയത്ത് മുതൽക്കാണ്. അപ്പോൾ അത് ഇവിടെ വിവരിക്കുക. ആയത്ത് വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല. അങ്ങനെ 3 ആയത്തുകളാണ്. യൗമ യഅല്ലു ളാലിമു, അക്രമിയായ മനുഷ്യൻ അലാ യദൈഹി, വിരൽ കടിക്കുന്ന ദിവസം. കൈയിനെ കടിക്കുക എന്ന് പറഞ്ഞാൽ വിരൽ കടിക്കുക. യഖൂലു, എന്നിട്ട് അവൻ പറയുന്നത് യാ ലൈതനി, ഞാൻ ആയെങ്കിൽ നന്നായിരുന്നു, ഇത്തഖദതു മഅർ റസൂലി സബീല, ഇത്തഖദതു ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, മഅർ റസൂലി പ്രവാചകനോടുകൂടെ, സബീല ഒരു വഴി സ്വീകരിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നവൻ പറയാം. അതായത് അവൻ മഹ്ശറയിൽ വെച്ച് പറയുന്ന വാചകങ്ങളാണിത്. ഇതിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഉദ്കുറി യൗമ യന്തമു യതഹസ്സറു ളാലിമു, നബിയെ തങ്ങൾ ഓർക്കണം, യൗമ യന്തമു വയതഹസ്സറു അല്ലാലിമു അലാ നഫ്സിഹി, ലാലിമായ ആ മനുഷ്യൻ ഖേദിക്കുകയും നഷ്ടബോധം തോന്നുകയും ചെയ്യുന്ന ആ ദിവസത്തെ സംബന്ധിച്ച് തങ്ങൾ ഓർക്കുക. അത് ഖിയാമത്ത് നാളാണ്. അപ്പോൾ ആ ഖിയാമത്ത് നാളിൽ നടക്കുന്ന ഒരു സംഭവം അല്ലാഹു തആല വിവരിക്കുകയാണ്. ലമ്മ ഫറത്ത ഫി ജംബില്ലാ, അള്ളാഹുവിനെ അവൻ ധിക്കരിച്ച് ജീവിച്ചത് കൊണ്ട് അവൻ വിരല് കടിക്കേണ്ട ഒരു രംഗം വന്നു. അതാണ് ഇവിടെ വിവരിക്കുന്നത്. അതായത് അദ്ലുൽ യദൈനി എന്ന് പറഞ്ഞാൽ കിനായത്തുൻ അനിൻ നദമി വൽ ഹസ്ര, നഷ്ടത്തെയും ഖേദത്തെയും പറ്റി കിനായത്തായിട്ട് പറയുന്നതാണ്. കിനായത്ത് എന്ന് പറഞ്ഞാൽ അതിനെ അവ്യക്തമാക്കി പറയുക, അതായത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന് തെറ്റിയിട്ട് മറ്റേ ഒരു അർത്ഥം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ യൂഫിമിസം എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയാം. അതായത് അറപ്പോ ഉറപ്പോ ഉളവാക്കുന്ന അതിൻ്റെ ഒരു വാക്കിനെ
മറ്റൊന്ന് ഒരു വാക്കുകൊണ്ട് മയപ്പെടുത്തി പറയുന്നതിനാണ് യൂഫെമിസം എന്ന് പറയുന്നത്. അത് തന്നെയാണ് കിനായത്തും. ഇവിടെ ലാലിമി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചപ്പോൾ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് എന്ന കക്ഷിയാണ്. ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് നേരത്തെ പറഞ്ഞതുപോലെ റസൂലിനെയും ഖുർആനെയും വളരെ പുച്ഛിച്ച് സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെ അവൻ ഇസ്ലാമായി, പിന്നെ ഇസ്ലാമിൽ നിന്ന് വീണ്ടും കുഫ്രിയത്തിലേക്ക് പോയി മുർത്തദ്ദായി. അപ്പോൾ പറയുന്ന വാക്കുകളാണിത്: യൗമയാദുൽ ളാലിമു അലാ യദൈ യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല. റസൂലിൻ്റെ കൂടെ ഞാൻ റസൂലിൻ്റെ ദൗത്യമനുസരിച്ച് ഇസ്ലാമിലേക്ക് പോയി നല്ലൊരു മാർഗം സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വളരെ നല്ലതാകുമായിരുന്നു എന്നുള്ളതാണ് അവൻ പറയുന്നത്. യാ വൈലത്താ ലൈതനീലം അത്തഖദു ഫുലാനൻ ഖലീല. യാ വൈലത്താ, എൻ്റെ നഷ്ടമേ, ലൈതനീ, ഞാൻ ആയെങ്കിൽ നന്നായിരുന്നില്ല, മത്തഹിദ്, ഞാൻ സ്വീകരിക്കാത്തവനായിരുന്നെങ്കിൽ നന്നായിരുന്നു, ഫുലാനൻ, ഇന്നാലിന്ന വ്യക്തിയെ, ഖലീലൻ, സുഹൃത്തായിട്ട് ഞാൻ സ്വീകരിക്കാതിരിക്കുകയായിരുന്നു എങ്കിൽ വളരെ നന്നാകുമായിരുന്നു എന്ന് പറയാം. ഞാൻ ദുന്യാവിൽ വെച്ചിട്ട് ഇന്നാലിന്ന വ്യക്തി എന്നോട് പ്രേരിപ്പിക്കുകയും അവൻ്റെ ഉപദേശം അനുസരിച്ച് ഞാൻ അവനെ സുഹൃത്താക്കി അംഗീകരിക്കാതെ റസൂലിൻ്റെ കൂടെ ഒരു വഴി സ്വീകരിച്ചിട്ട് ഞാൻ നീങ്ങിയിരുന്നുവെങ്കിൽ എനിക്ക് വളരെ നല്ല കാര്യമാകുമായിരുന്നു അത്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അന്ന് ഞാൻ ഈ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു വളരെ ഉത്തമമായതും വളരെ എൻ്റെ രക്ഷയ്ക്ക് അനിവാര്യമായ കാര്യവുമായിരുന്നു അത് എന്നുള്ളതാണ് അവൻ പറയുന്നത്. ലഖദ് അദല്ലനി അനി ദിക്രി, അവൻ എന്നെ പഴപ്പിച്ചു, അനി ദിക്രി, ഉത്ബോധനത്തെ തൊട്ട്. റസൂല് ബോധനം നൽകിയ ആ ബോധനത്തെയും വിട്ട് ഞാൻ അവൻ്റെ വഴിയിലേക്ക് പോയത് കൊണ്ട് അവൻ എന്നെ പഴപ്പിച്ചു. ബായത ഇത് ജാഅനി, ആ ഉത്ബോധനം എനിക്ക് വന്നു കിട്ടിയതിന് ശേഷമാണ് ഞാൻ പിഴച്ചു പോയത്. ഉത്ബോധനം വന്നു കിട്ടി, ഞാൻ അത് ശരിക്കും അതിൽ വിശ്വസിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അവൻ വിശ്വസിച്ചു. ഇസ്ലാമിൽ വിശ്വസിച്ചതിന് ശേഷമാണ് അവൻ്റെ പ്രേരണ അനുസരിച്ച്, അതായത് ഉബയ്യ് ഇബ്നു ഖലഫിൻ്റെ പ്രേരണ അനുസരിച്ച് ഞാൻ മുർത്തദ്ദായി പോയി, ഇസ്ലാമിൽ നിന്ന് തിരിച്ച് കുഫ്രിയത്തിലേക്ക് തന്നെ പോയി. അപ്പോൾ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടാണ് ഇപ്പോൾ അവൻ ഈ പറയുന്നതൊക്കെ. ലഖദ് അദല്ലനി, അവൻ എന്നെ പഴപ്പിച്ചു. ഈ രണ്ടുപേരുടെയും പേരിവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ആയത്തിറങ്ങാൻ ഇവർ രണ്ടുപേരുമാണ് കാരണക്കാർ. ഇവരെ സംബന്ധിച്ചാണ്, ഈ രണ്ടുപേരെയും സംബന്ധിച്ചാണ് ഈ 27, 28, 29, 3 ആയത്തുകളും ഇറങ്ങിയത്. ഇത് ജാഅനി വായത, ഇത് ജാഅനി, ഉത്ബോധനം എനിക്ക് വന്നു കിട്ടിയതിന് ശേഷം അവൻ എന്നെ പഴപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ ഇസ്ലാമിനെ വിട്ട് വീണ്ടും കുഫ്രിയത്തിലേക്ക് പോയി. എന്നാൽ കാന ഷൈത്വാനു, ഷൈത്വാനായി ലിൽ ഇൻസാനി, മനുഷ്യനെ ഹദൂല, വഞ്ചിക്കുന്നവനും വല്ലാതെ വഞ്ചിക്കുന്നവനായി കഴിഞ്ഞിട്ടുണ്ട്. പിശാച് അള്ളാഹുമായിട്ടുള്ള വാഗ്വാദം നടത്തിയിട്ടാണല്ലോ അവിടുന്ന് പോകുന്നത്. അന ഖൈറും മിന്നോ ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദമിന് ഞാൻ സുജൂദ് ചെയ്യ്, അതുണ്ടാവില്ല. കാരണം അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഖൈറായവനാണ്. ഖലഖ്തനീ മിൻ നാരിൻ, എന്നെ സൃഷ്ടിച്ചത് അഗ്നി കൊണ്ടും, ഖലഖ്തഹു മിൻ തീൻ, അവനെ സൃഷ്ടിച്ചത്, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. അപ്പോൾ അഗ്നി കൊണ്ട് സൃഷ്ടിച്ച ഞാനാണ് അവനേക്കാൾ ഉത്തമമായ വ്യക്തി. അതിൻ്റെ പേരിൽ ഞാൻ അവന് സുജൂദ് ചെയ്യില്ല എന്ന് അള്ളാഹുമായിട്ടുള്ള വാഗ്വാദം നടത്തി ഇറങ്ങിപ്പോതവല്ല. ഉബിയന്നഹും അജ്മഈൻ, അവൻ്റെ എല്ലാ സന്താന പരമ്പരയെയും ഞാൻ ഒന്നടക്കം വഴിപഴപ്പിക്കും എന്ന് വീരവാദം മുഴക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ശൈത്താൻ മനുഷ്യനെ വല്ലാതെ വഞ്ചിച്ചു കളയും എന്നാണ് ഒരർത്ഥം. വകാന ശൈത്താനോ, ഈ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന ശൈത്താൻ മനുഷ്യനെ വല്ലാതെ പഴപ്പിക്കുന്നവനും വഞ്ചിക്കുന്നവനുമാണ് എന്നാണ്
മറ്റൊരർത്ഥമുള്ളത്. കാനശൈത്താന് ഷെയ്ത്താൻ ആയിക്കഴിഞ്ഞില്ല ഇൻസാന് മനുഷ്യന് ഖദൂല, അവൻ ആളുകളെ വഞ്ചിക്കുന്നവനായി കഴിഞ്ഞു. അപ്പോൾ ഈ ഇൻസാൻ ഷെയ്ത്താൻ എന്നുള്ള പേര് ഈ ഉബയ്യ് ഇബ്നു ഖലഫിന് അള്ളാഹു കൊടുത്തതാണ്. അതുപോലെ ലാലിമ് എന്നുള്ള പേര് ഈ സൂറത്തിന്റെ ലാലിമു എന്ന് പറഞ്ഞല്ലോ 27-ാമത്തെ ആയത്തിന്റെ ആദ്യത്തിൽ. യൗമ യഅ്ലു ലാലിമു എന്ന് പറഞ്ഞാൽ ആ ലാലിമ് എന്ന് പറഞ്ഞാൽ അക്രമി എന്നർത്ഥം. ആരാണ് ആ അക്രമി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത. ഇനി 30-ാമത്തെ ആയത്ത്. وقال الرسول يا ربي إن قوم اتخذوا هذا القرآن مهجورا. പ്രവാചകൻ പറഞ്ഞു, കാല റസൂല് പ്രവാചകൻ പറഞ്ഞു, യാ റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്ന കൗമി തീർച്ചയായും എൻ്റെ ജനങ്ങള്, എൻ്റെ ആളുകള്, ഇത്തഖദു അവരാക്കി ഹാദൽ ഖുർആന ഈ ഖുർആനിനെ മഹ്ജൂറ അവഗണിക്കപ്പെട്ടതാക്കി. അവരെ എല്ലാ നിലക്കും ഈ ഖുർആൻ അവർക്ക് പാരായണം ചെയ്തു കൊടുത്താൽ അവരെ ശ്രദ്ധിക്കാതെ ഇത് തിരിഞ്ഞു പോവുക. അപ്പൊ ഇതിനെ അവരെ അവഗണിക്കുക, എല്ലാ നിലക്കും അവഗണിക്കുക. റസൂലിന് വളരെ വിഷമമുണ്ടായി. ആ വിഷമം റസൂൽ അള്ളാഹുവിന്റെ മുന്നിൽ പ്രകടിപ്പിക്കുകയാണ്. വഖാല റസൂല് യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. മുശ്രിക്കീങ്ങള് ഖുർആനിനെ കുത്തി പറയുകയും അതിനെ പുച്ഛിച്ച് തരം താഴ്ത്തുകയും ചെയ്യുന്ന സമയത്ത് ഇത് വളരെ കൂടുതലാവാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇത് റസൂലിന്റെ ഹൃദയത്തിന് വലിയ ഭാരമായി തീർന്നു. റസൂലിന് വലിയ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ റസൂല് അള്ളാഹുവിനോട് അവരാധി ബോധിപ്പിക്കുക ഈ ആയത്ത് മുഖേന. ഈ ഖാല റസൂല് യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്നുള്ള, പടച്ചവനെ എൻ്റെ ജനങ്ങള് ഈ ഖുർആനിനെ അവഗണിക്കപ്പെട്ടതാക്കിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞുള്ളാഹിനോട്. ഇതിന്റെ മാന ഇപ്പൊ നമ്മൾ പറഞ്ഞതിന് പുറമെ ഖാല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റബ്ബി എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി തീർച്ചയായും, ഇന്ന ഖുറൈശൻ തീർച്ചയായും ഖുറൈശികള് കദ്ദബത്ത് ബിൽ ഖുർആന് ഖുർആനെ അവർ കിളവാക്കി തള്ളിപ്പറഞ്ഞു. വലം തൂമിൻ ബിഹി ഖുർആൻ കൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല. വജഅലതുഹു അതിനവര് വറാഅ ളുഹൂരിഹാ മത്രൂക്കൻ അവരുടെ പിൻഭാഗത്ത് കൂടി അതിനെ ഉപേക്ഷിക്കപ്പെട്ടതാക്കി. പിൻഭാഗത്ത് കൂടി ഉപേക്ഷിക്കപ്പെട്ടതാക്കി എന്ന് പറഞ്ഞാൽ അതിനെ ഏറാത് ചെയ്തു, അവഗണിക്കപ്പെട്ടു. അവര് ഇതിനെ അവഗണിച്ചു പോയി എല്ലാ നിലയ്ക്കും. വാഴതു അനുഷ്ഠമായി അവർ കേൾക്കാൻ തന്നെ തയ്യാറില്ല. ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ അത് കേൾക്കാൻ തന്നെ തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നുപോയി. അതുകൊണ്ട് റബ്ബേ, ഇത് വളരെ വിഷമമുണ്ട് ഇക്കാര്യത്തിൽ എന്ന് അള്ളാഹുവിനോട് അവലാതി ബോധിപ്പിക്കുക. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് പറയുന്ന കാര്യത്തെ ഇവിടെ എടുത്തു പറയലല്ല റസൂലിന്റെ ഉദ്ദേശം. ഇവര് ചെയ്യുന്ന കാര്യം വളരെയധികം ഭീകരമായ കാര്യമാണ് എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് അള്ളാഹു അതിനൊരു പരിഹാരം കാണലാണ്. അള്ളാഹു ഇങ്ങനെ ഈ അപരാധി ബോധിപ്പിക്കുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖുർആനിനെ ഇവരെങ്ങനെ തള്ളിപ്പറഞ്ഞ് അതിനെ അവഗണിക്കുകയാണ്. അവര് ഈ ഖുർആൻ ഓതപ്പെടുമ്പോൾ അതിനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതിനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചു തള്ളുകയുമാണ് എന്നുള്ള വിവരം ഇത് വളരെ ഭീകരമായൊരു കാര്യമാണ് എന്ന് അള്ളാഹുവിനെ ധരിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് പരിഹാരം ഉണ്ടാകും, പെട്ടെന്നുണ്ടാവും. അതായത് അതിനുള്ള ശിക്ഷ അവർക്ക് പെട്ടെന്ന് ഇറങ്ങും എന്നാണ് ഇവിടെ ഇതിന്റെ ഉദ്ദേശം. അന്നല്ലംബിയ ഇതൽ തുജൗലല്ലാഹി അള്ളാഹുവിലേക്ക് അവര് അഭയം പ്രാപിക്കുകയും ശക്കവും കൗമഹും അവരുടെ ജനങ്ങൾ പറഞ്ഞതിന് അവരാധി ബോധിപ്പിക്കുമ്പോൾ ഹല്ലബിഹിമുൽ അദാബ് അവർക്ക് അദാബ് ഇറങ്ങും. വലം യുംഹലോ അവർക്കത് അദാബ് താമസിക്കുന്ന പ്രശ്നമേ ഇല്ല, എത്രയും പെട്ടെന്ന് അദാബ് ഇറങ്ങും. ഇതാണ് അമ്പിയാക്കളുടെ സ്ഥിതി. അമ്പിയാക്കളെ പ്രവാചകന്മാര് അള്ളാഹുവിലേക്ക്
ഇപ്പോൾ നൂഹ് നബിയൊക്കെ റബ്ബി ഇന്ന ഖൗമി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ വലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ശിക്കായത്ത് പറഞ്ഞു, അവലാതി പറഞ്ഞില്ലേ, റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ, പഠിച്ചവനെ ഞാൻ എൻ്റെ ജനങ്ങളെ രാത്രിയും പകലും ഭേദമന്യേ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അവര് വലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞാൻ അവരെ ക്ഷണിക്കും തോറും അവരെ എന്നിൽ നിന്ന് ഓടിപ്പോവാൻ നോക്കുകയാണ്. ആയതുകൊണ്ട് റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ എന്ന് പറഞ്ഞിട്ട് ഇതേ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, പഠിച്ചവനെ ഓരൊറ്റ അവിശ്വാസിനെയും ഈ ഭൂലോകത്ത് നീ ബാക്കി വെക്കരുത് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അപരാധി ബോധിപ്പിക്കുന്ന ഉടനെ ആയിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. അപ്പോഴാണല്ലോ അവിടെ വെള്ളപ്പൊക്കം ഒക്കെ അള്ളാഹു കൽപ്പിച്ചു നൂഹ് നബിയോട് കപ്പൽ പണിയാനും. അങ്ങനെ കപ്പൽ പണിതപ്പോൾ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഒരുപോലെ വെള്ളം കൂടാൻ തുടങ്ങി. അങ്ങനെ വെള്ളം കൂടി മലകളുടെ മുകളിൽ കപ്പൽ പണിയുന്ന മലയുടെ മുകളിൽ വെച്ചിട്ട് കപ്പൽ പണി തരുന്നത്. ആ മലമുകളിൽ വെച്ച് കപ്പൽ പണിയുമ്പോൾ ആ മലമുകളിലേക്ക് വെള്ളം കയറുകയും അങ്ങനെ കപ്പൽ സുഖമായിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവർക്ക് ആ ശിക്ഷ. അവിശ്വാസികളെല്ലാം ആ തൂഫാനിൽ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ചു. അപ്പോൾ ശിക്ഷ താമസിക്കില്ല, അള്ളാഹു ഉടനെ ശിക്ഷ കൊടുക്കും. അതുപോലെ അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ദുആ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുകയും ചെയ്തത്. അടച്ചവനെ ഞാൻ അവരെ ക്ഷണിക്കും തോറും ഈ ഖുർആനിനെ അവര് അവഗണിക്കപ്പെട്ടതാക്കുക ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതില് അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുകയും ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അവർക്ക് ശിക്ഷ ഇറങ്ങുകയും ചെയ്യും എന്നാണ് മുഫസ്സിറുകൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പിന്നെ 31-ാമത്തെ ആയത്ത്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീന വകഫാ ബിറബ്ബിക ഹാദിയം വനസീറാ. ഇതേ രീതിയിൽ ജഅൽനാ ലികുല്ലി നബിയ്യിൻ, എല്ലാ പ്രവാചകന്മാർക്കും നമ്മൾ ആക്കി നിശ്ചയിച്ചിട്ടുണ്ട് അദുവ്വൻ, ഒരു ശത്രുവിന്, മിനൽ മുജ്രിമീന, കുറ്റവാളികളിൽ നിന്നുള്ള ഒരു ശത്രുവിനെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുതയിൽ പെരുമാറുന്ന മുശ്രിക്കുകളുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, കമാ ജഅൽനാ ലക അഅദാഅൻ മിൻ മുശ്രിക്കി ഖൗമിക, നിന്റെ ജനങ്ങളിൽ നിന്നുള്ള ബഹുദൈവ വിശ്വാസികളിൽ നിന്നുള്ള ശത്രുക്കളിപ്പോൾ നിന്നോട് ശത്രുതയിൽ പെരുമാറുന്നുണ്ട്. ഇതേ രീതിയിൽ പ്രവാചകന്മാർ ഒരാളും ഒഴിവില്ല, ഒരു ശത്രു ഇല്ലാത്ത ഒരു പ്രവാചകനുമില്ല. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ശത്രുവിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനം കൊണ്ട് ശത്രുവായി മാറിയിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആല നബിയെ സമാധാനിപ്പിക്കുകയാണ്. ഇത് കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ. ഓരോ പ്രവാചകനും അല്ലാഹു കുറ്റവാളികളിൽ നിന്നുള്ള ഒരു ശത്രുവിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. വൽമുറാദ് തസ്ലിയത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തആല നബിയെ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇതേ നിലപാട് തന്നെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നബി പ്രയാസപ്പെടേണ്ട, ദുഃഖിക്കേണ്ട എന്നുള്ള ഒരു മെസ്സേജ് നബിക്ക് കൊടുക്കലാണ് ഇവിടെ. വകഫാ ബിറബ്ബിക ഹാദിയം വനസീറ, കഫാ ബിറബ്ബിക, നിനക്ക് തങ്ങൾക്ക് റസൂലിന് മതി
റബ്ബിക്ക നിങ്ങളുടെ റബ്ബ് രക്ഷിതാവ് മതി. ഹാദിയൻ ഹിദായത്ത് നൽകുന്നവനായിട്ടും നസീറ സഹായിക്കുന്നവനായിട്ടും ബുദ്ധിമുട്ടുകളിൽ സഹായിക്കുവാനും അള്ളാഹു നേർവഴി ഏതാണെന്ന് കാണിച്ചു തരുന്നവനും അള്ളാഹുവാണ്. ആ അള്ളാഹു തങ്ങൾക്ക് മതിയായതുകൊണ്ട് ശത്രുക്കളെ നിങ്ങൾ ഗൗനിക്കേണ്ടതില്ല എന്നുള്ളൊരു മെസ്സേജാണ് റസൂലിന് കൊടുക്കുന്നത്. ആ മെസ്സേജിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസം ലഭിക്കുകയാണ്. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സമാധാന വാക്കുകൾ കേട്ടപ്പോൾ നബിക്ക് ആശ്വാസം ലഭിക്കുകയാണ്. വകഫാ ബിറബ്ബിക ഹാദിയ വനസ്വീർ. വഖാല قال الذين كفروا لولا أنزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. قال الذين كفروا അവിശ്വാസികൾ പറഞ്ഞു. ഇത് 32-ാമത്തെ ആയത്താണ്. قال الذين كفروا അവിശ്വാസികൾ പറഞ്ഞു ലൗലാ ഉൻസില അലൈഹി മുഹമ്മദിന്റെ മേൽ എന്തുകൊണ്ട് ഇറക്കപ്പെട്ടിട്ടില്ല അൽ ഖുർആനു ഖുർആനിനെ ജുംലത്തൻ വാഹിദത്തൻ മൊത്തത്തിൽ ഒരു പ്രാവശ്യമായിട്ട് ഇറക്കപ്പെട്ടില്ല. ഖുർആൻ ആകെ ഒറ്റ പ്രാവശ്യമായിട്ട് ഇറക്കപ്പെടാമായിരുന്നില്ലേ? തൗറാത്തും ഇഞ്ചീലൊക്കെ അങ്ങനെയല്ലേ ഇറക്കപ്പെട്ടിട്ടുള്ളത്? അതുപോലെ ഒറ്റ പ്രാവശ്യമായിട്ട് ഇറക്കിയ പോലെ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് മൊത്തത്തിൽ 23 വർഷക്കാലം നീണ്ടു നിന്നില്ലേ ഖുർആന്റെ നസൂല്? അപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഒറ്റ പ്രാവശ്യമായിട്ട് ഇറക്കിയാൽ പോലെ അള്ളാഹു അതിന് കഴിവുള്ളതല്ലേ എന്നാണ് ചോദ്യം. അപ്പോ ഖദാലിക ഇങ്ങനെ തന്നെയാണ് ഖുർആൻ ഇറക്കുക. ഏത് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഖുർആൻ ഇറക്കിക്കൊണ്ട് അള്ളാഹു അതിനെ സ്ഥിരപ്പെടുത്തി കൊടുക്കുക റസൂലിന്. അങ്ങനെ തന്നെയാണ് ഇറക്കേണ്ടത്. ലിനുസബ്ബിത ബിഹി എന്താ അങ്ങനെ ഇറക്കേണ്ടതെന്ന് പറയാൻ കാരണം ലിനുസബ്ബിത ബിഹി ഖുർആനെ സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് റസൂലിന് ഒരു സ്ഥിരപ്പെട്ട് കിട്ടാൻ വേണ്ടി ഫുആദക ഹൃദയത്തിൽ ഖുർആൻ സ്ഥിരപ്പെട്ട് കിട്ടാൻ വേണ്ടി കുറേശ്ശെ ഇറക്കുമ്പോഴല്ലേ അതുണ്ടാവുള്ളൂ. ഒട്ടാകെ ഇറക്കുമ്പോൾ അത് ബൈഹാർട്ടാക്കുവാനും ഒന്നും റസൂലിന് കഴിയില്ല. വറത്തൽനാഹു അപ്പോൾ അതിൻ്റെ പേരിൽ കുറേശ്ശെ ഇറക്കുന്നത് അതിൻ്റെ പേരിലാണ്. ഈ ഖുർആൻ റസൂലിൻ്റെ ഹൃദയത്തിൽ സ്ഥിരപ്പെട്ട് കിട്ടാനും പിന്നെ അതിലുള്ള കാര്യങ്ങളെ കൊണ്ട് അമൽ ചെയ്യുവാനും ഒക്കെ സൗകര്യമാകുമാർ ആണ് അതിനെ കുറേശ്ശെയായിട്ട് ഇറക്കുന്നത്. അപ്പോൾ ഖാല കുഫാർ മക്കാർ പറഞ്ഞു, മക്കയിലുള്ള അവിശ്വാസികൾ പറഞ്ഞു ലൗലാ ഉൻസില അലൈഹി ഖുർആൻ ജുംലത്തൻ വാഹിദ ഖുർആനെ ഒറ്റ പ്രാവശ്യമായിട്ട് ഇറക്കപ്പെടാതിരിക്കാൻ എന്താണ് കാരണം? അതിനെ മുഫറഖായിട്ട് പല പ്രാവശ്യമായിട്ടാണല്ലോ ഇറക്കിയിട്ടുള്ളത്. അതെന്താ ചെയ്യാൻ അങ്ങനെ? അല്ലാ നുസില ഹാദൽ ഖുർആൻ അലാ മുഹമ്മദിൻ ദഫഅത്തൻ വാഹിദ കമാ നുസിലത്തി തൗറാത്ത് വൽ ഇഞ്ചീലു ഇഞ്ചീലും തൗറാത്തും ഒക്കെ അങ്ങനെയാണല്ലോ ഇറക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് പറയാൻ അല്ലാഹു ഖാല തആല റദ്ദൻ അലാ ശുബഹത്തി മുത്താഫിഹ അവരുടെ വില കുറഞ്ഞ ഈ സംശയത്തിന് അള്ളാഹു മറുപടി നൽകുകയാണ്. കദാലിക ഇങ്ങനെ തന്നെയാണ് ഇറക്കേണ്ടത്. ലിനുസബ്ബിത ബിഹി അതുകൊണ്ട് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഫുആദക ആ ഹൃദയത്തെ. കദാലിക അൻസൽനാഹു മുഫറഖൻ ഇതേ രീതിയിൽ നമ്മൾ ഖുർആനിനെ കുറേശ്ശെയായിട്ട് ഇറക്കി കൊടുക്കും റസൂലിന്. ലിനുഖവ്വി ഖൽബക നിന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി അലാ തഹമ്മുലിഹി അതിനെ വഹിക്കുവാൻ നിന്റെ ഹൃദയത്തിന് ശക്തി പകരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തഹഫലുഹു അപ്പോൾ നിങ്ങൾക്ക് അതിനെ ബൈഹാർട്ടാക്കാനും കഴിയും, മനഃപ്പാടമാക്കാൻ. മാഫിഹി ആ ഖുർആനിന്റെ ഉള്ളടക്കത്തിനെ സംബന്ധിച്ച് ഓർക്കുവാനും മനസ്സിലാക്കുവാനും
തന്നെയല്ല, ഉള്ളടക്കമനുസരിച്ച് ചെയ്യേണ്ട അമലുകൾ എന്തൊക്കെയാണെങ്കിൽ ആ അമല് പ്രായോഗികമാക്കുവാനും നിങ്ങൾക്ക് കഴിയും. അതിൻ്റെ പേരിലാണ് ഇത് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇറക്കുന്നത്. പിന്നെ റത്തൽനാഹു തർത്തീല, ഇതിനെ നാം വളരെ സാവകാശം നിങ്ങൾക്ക് ഓതിത്തരികയും ചെയ്തു. വളരെ വിശദമായി ഇതിൻ്റെ വിവരണം നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഐ ഫസ്സൽനാഹു തഫ്സീലൻ ബദിയാൻ, വളരെ വ്യക്തമായി ഇതിൻ്റെ വിവരണങ്ങൾ, ഇതിൻ്റെ വിശദീകരണം നിങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തെർത്തീല് എന്ന് പറഞ്ഞാൽ, ഖുർആനെ തെർത്തീലാക്കുക എന്ന് പറഞ്ഞാൽ അല്പാൽപമായിട്ട് ഇങ്ങനെ ഓതിക്കൊടുക്കുക, അതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റസൂലിനത് പഠിക്കാൻ കഴിയും. കുറേശ്ശെയായിട്ട് അവതരിക്കുമ്പോൾ അതിനെ പഠിക്കാൻ കഴിയും. അത് തെർത്തീലായിട്ട് ഇവിടെ പാരായണം ചെയ്തു കൊടുക്കപ്പെടുമ്പോൾ അതിനെ ഗ്രഹിക്കാനും അതിൽ പഠിക്കുവാനും ഇതെല്ലാം റസൂലിന് കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ അപ്പോ റത്തൽനാഹു തർത്തീല വലായതൂനക ബിമസലിൻ ഇല്ലാ ജീനാക ബിൽ ഹഖ് വഅഹ്സന തഫ്സീറാ. 33-ാമത്തെ ആയത്ത്. ഇത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ എടുത്ത 5 ആയത്തുകളാണ്. ഈ 5 ആയത്തുകളും ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ മുഴുവൻ വീഡിയോയിലും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. അത് വായിക്കുവാനും അത് കേൾക്കുവാനും നിങ്ങൾക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.